ഹായ് എവരിവൺ. ഇനി നമുക്ക് ഡിജിറ്റൽ മോഡുലേഷനാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് പൾസ് കോഡ് മോഡുലേഷൻ ഓർ PCM ആണ്. അതൊരു ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കാണ് പൾസ് കോഡ് മോഡുലേഷൻ. അപ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് സാമ്പിളിംഗ് തിയറം. സാമ്പിൾ തിയറം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സാമ്പിൾ തിയറത്തിന് നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നമ്മളതിൻ്റെ തിയറി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ലാബും നോക്കിയിട്ടുണ്ട്. നമ്മളൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ അഥവാ നമ്മുടെ മെസ്സേജ് സിഗ്നൽ നമ്മൾ കുറേ സാമ്പിൾസായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത് നമുക്ക് ഒരുപാട് ഡിസ്ക്രീറ്റ് എലമെൻസുകളാണ്, സാമ്പിൾസാണ്. നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ സാമ്പിൾസാക്കി കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രീറ്റ് എലമെൻസ് ആണ് നമ്മൾ അവിടെ സെൻഡ് ചെയ്യുന്നത്. റിസീവിങ് എൻഡിൽ ആ സാമ്പിൾസിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെ അതാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അത് ഒരു അനലോഗ് പൾസ് മോഡുലേഷൻ ടെക്നിക്കാണ്. പക്ഷെ നമ്മുടെ സാമ്പിളിംഗ് പ്രോസസ്സ് തന്നെയാണ് അവിടെ നമുക്ക് നടക്കുന്നത്. നമ്മളത് ആ സർക്യൂട്ടിലേക്ക് നമ്മൾ ഇൻപുട്ടിലെ മെസ്സേജ് സിഗ്നലും പിന്നെ അതിൻ്റെ കൺട്രോൾ സ്വിച്ചിലേക്ക് നമ്മൾ സാമ്പിളിംഗ് ഫ്രീക്വൻസിയും കൊടുത്തു. ആ സാമ്പിൾ റേറ്റ്, ആ ഫ്രീക്വൻസി എത്രയാണോ അത്രയും സാമ്പിൾസ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടി. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നോക്കാം നമുക്ക്. എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഇറ്റ്സ് സാമ്പിൾസ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഇറ്റ്സ് സാമ്പിൾസ് ആൻഡ് ക്യാൻ ബി റിക്കവേർഡ് ബാക്ക്. അപ്പം എന്താ പറഞ്ഞത്? നമ്മളൊരു അനലോഗ് ഒരു മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ഒരുപാട് സാമ്പിൾസായിട്ട് നമ്മളെന്ത് ചെയ്യാണ്? റെപ്രസെൻ്റ് ചെയ്യാണ് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് ആ സാമ്പിൾസിൽ നിന്ന് ക്യാൻ ബി റിക്കവേർഡ് ബാക്ക് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണെങ്കിൽ വെൻ സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫേഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ഓഫ് മെസ്സേജ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിൽ നമ്മൾ കണ്ടു, ആ വേവ് ഫോം ഇങ്ങനെ കണ്ടാൽ തന്നെ ഇങ്ങനെ ഒരുപാട് ചോപ്പ് ചെയ്ത പോലെ നമുക്കിങ്ങനെ തോന്നുന്നു. നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറേ സ്ലൈസുകളാക്കിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ സാമ്പിളിങ്ങിൻ്റെ റേറ്റ് നമ്മൾ എത്രയാണോ സാമ്പിളിംഗ് ഫ്രീക്വൻസി സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ഓഫ് മെസ്സേജ് സിഗ്നൽ. അഥവാ നമ്മുടെ ഒരു 1 കിലോ ഹെർട്സ് ഉള്ള ഒരു സൈൻ വേവ് അല്ല നമ്മുടെ ഒരു മെസ്സേജ് സിഗ്നലിനെയാണ് നമ്മൾ സാമ്പിൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 2 കിലോ ഹെർട്സ് എങ്കിലും എന്ത് വേണം? നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി സെലക്ട് ചെയ്യണം. അതല്ലെങ്കിൽ 2 കിലോ ഹെർട്സിൻ്റെ മുകളിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം സാമ്പിൾ ചെയ്യേണ്ടത്. അതാണ്
ഈക്വൽ ടു ദ ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് ഓഫ് മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഇപ്പോൾ 1 കിലോഹെർട്സിൻ്റെ ഒരു കേസ് മാത്രം ഞാൻ പറഞ്ഞു. നമ്മുടെ ഒരു ഓഡിയോ സ്പെക്ട്രം നമ്മുടെ 20 ഹെർട്സ് മുതൽ 20 കിലോഹെർട്സ് വരെയാണ് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി. അപ്പോൾ നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി നമ്മൾ സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലോ ഫ്രീക്വൻസി 20 ഹെർട്സ് ആണ്, ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി 20 കിലോ ഹെർട്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അതിൻ്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണോ ഇവിടെ 20 കിലോ ഹെർട്സ് ആണ്, അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ വേണം. അതാണ് ട്വൈസ് ദ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ട്വൈസ് ദ ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ ഓഡിയോ CD-കളിലൊക്കെ നമ്മുടെ റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള സാമ്പിളിംഗ് റേറ്റ് ഏകദേശം 44.1 അഥവാ 44,100. നമുക്ക് ആക്ച്വലി 20 കിലോ ഹെർട്സിന് എന്ത് മതി? 40 കിലോ ഹെർട്സ് ആയാൽ എന്തായി? അതിൻ്റെ ഇരട്ടിയായി. ഗ്രേറ്റർ ദാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു? അതിലും കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള മിനിമം റേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ആണ്. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരട്ടിയിൽ കൂടുതൽ വേണം. അപ്പോൾ ഈ മിനിമം റേറ്റിനെയാണ് നമ്മൾ നൈക്വിസ്റ്റ് റേറ്റ് എന്നറിയപ്പെടുന്നത്. അഥവാ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് എന്നാണ് നമ്മുടെ തിയറമെങ്കിലും അത് നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് FS ഈക്വൽ ടു 2FM എന്നാണ്. നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ ഗ്രേറ്റർ ദാൻ 2FM ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഓഡിബിൾ ഫ്രീക്വൻസി സാമ്പിൾ ചെയ്യുന്ന സർക്യൂട്ടുകളിൽ 44,100 കിലോ ഹെർട്സ് ആണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നൈക്വിസ്റ്റ് ഇൻ്റർവൽ ചോദിക്കും. അഥവാ അതിൻ്റെ ടൈം പീരിയഡാണ് സാമ്പിളിങ്ങിൻ്റെ ടൈം അത് സാധാരണ T എങ്ങനെയാണ് കാണുക? 1/F ആണ് നമ്മുടെ ടൈം പീരിയഡ്. F എന്ന് പറഞ്ഞാൽ 1/T ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ് സാമ്പിളിംഗ് ടൈം പീരിയഡ്? നൈക്വിസ്റ്റ് ഇൻ്റർവെല്ലാണ് ചോദിക്കുന്നത്. അത് ഈക്വൽ 1/Fന് പകരം ഇവിടെ എന്ത് വരും? 1/2FM എന്ന് വരും. കാരണം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് എന്താണ്? 2FM ആണ്. അപ്പോൾ ഇതിൽ നൈക്വിസ്റ്റ് റേറ്റും നൈക്വിസ്റ്റ് ഇൻ്റർവെല്ലും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയണം? ശരിക്കും അതിൻ്റെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഒരു മെസ്സേജ് സിഗ്നലിനെ ഒരുപാട് ഡിസ്ക്രീറ്റ് എലമെൻറ്റുകളാക്കി കൺവേർട്ട് ചെയ്ത് ആ ഡിസ്ക്രീറ്റ് എലമെൻറ്റുകളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ മെസ്സേജ് സിഗ്നലിനെ പിന്നെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റണം. ഇത് ആദ്യത്തെ ഒരു പാർട്ടാണ്. ശരിക്കും ഈ ഡിസ്ക്രീറ്റ് എലമെൻറ്റിൽ നിന്ന് നേരിട്ട് മെസ്സേജ് എടുക്കുന്നത് നമ്മളെ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പൾസ് കോഡ് മോഡുലേഷനാണ്. അത് എൻ്റെ ഡിഫറൻസാണ് ഇതിൽ നിന്ന്. ഇവിടെ പൾസ് കോഡ് മോഡുലേഷനിൽ നടക്കുന്നത് നമ്മളൊരു അനലോഗ് സിഗ്നലിനെ ഫുള്ളി ഡിജിറ്റൈസ് ചെയ്ത് ബൈനറി ബിറ്റുകളാക്കി കോഡുകളാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. എന്നിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവിങ് എൻഡിൽ ഈ ബൈനറി ഡാറ്റകളെ നമ്മൾ തിരിച്ച് നമ്മുടെ മെസ്സേജ് സിഗ്നലാക്കുന്ന ഒരു പ്രോസസ്സാണ് പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും.
രണ്ടാമത് നൈക്വിസ്റ്റ് റേറ്റ് എന്താണ്, നൈക്വിസ്റ്റ് ഇൻ്റർവൽ എന്താണ് എന്ന് ചോദിക്കും. ഇനി ഏലിയാസിങ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മുടെ സാമ്പിളിംഗ് നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മിനിമം റേറ്റ് 2FM ആയിരിക്കണം. സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു FM ആയിരിക്കണം, അല്ലെങ്കിൽ മിനിമം നൈക്വിസ്റ്റ് റേറ്റ് അഥവാ പിന്നെ FS ഈസ് ഈക്വൽ ടു 2FM എങ്കിലും ആയിരിക്കണം. ഇനി ഇൻ കേസ് FS ലെസ് ദാൻ 2FM ആവുകയാണ്, ഈക്വലും അല്ല ഗ്രേറ്റർ ദാനും അല്ല, നമ്മുടെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിനേക്കാൾ കുറയാണ്. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഏലിയാസിങ് എഫക്റ്റ്. അതായത് when a continuous time signal is sampled at a rate lower than Nyquist rate അഥവാ FS ലെസ് ദാൻ 2FM, FS ലെസ് ദാൻ 2FM വരുമ്പോഴാണ് ഏലിയാസിങ് എഫക്റ്റ് ഉണ്ടാവുക. അഥവാ അതിൻ്റെ ഡയഗ്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഓവർലാപ്പ് ചെയ്തിട്ടുള്ളതാണ്, സ്പെക്ട്രം തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഒരു വേവ് ഫോമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ എന്താണ് സാമ്പിളിംഗ് എന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ നോക്ക്. ഇവിടെ പറയുന്നത് the theorem states that a sequence of samples of a waveform, ഒരു വേവ് ഫോമിൻ്റെ സാമ്പിൾസിൻ്റെ സീക്വൻസ് അഥവാ അതിൽ നിന്ന് നമ്മൾ സാമ്പിൾ ചെയ്തെടുക്കുന്ന സാമ്പിൾസ് ഡിസ്ക്രീറ്റ് എലമെൻറ്റ്സ് ഓൾ ദ ഒറിജിനൽ ഇൻഫർമേഷൻ വേവ് ഫോം അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, ഓൾ ദ ഒറിജിനൽ ഇൻഫർമേഷൻ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ആ സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് റീജനറേറ്റ്, രണ്ടാമത് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ദ ഒറിജിനൽ വേവ് ഫോം എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് സാമ്പിൾ എത്തിയാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ വേവ് ഫോം, നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ സാമ്പിൾസിൽ എന്ത് വേണം, എല്ലാ നമ്മുടെ ഒറിജിനൽ ഇൻഫർമേഷനും കണ്ടെയ്ൻ ചെയ്തിരിക്കണം. മാത്രമല്ല ആ സാമ്പിൾസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഒറിജിനൽ വേവ് റിസീവിങ് എൻഡിൽ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുകയും വേണം. അതുകൊണ്ടാണ് ദ റേറ്റ് ഓഫ് സാമ്പിളിംഗ് F ഈസ് ലീസ്റ്റ് ട്വൈസ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഒറിജിനൽ വേവ് ഫോം. FS ഈക്വൽ ടു 2FM ആണ്. നൈക്വിസ്റ്റ് റേറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ നോർമൽ കേസിൽ FS ഗ്രേറ്റർ ദാൻ 2FM ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഥവാ FS ലെസ് ദാൻ 2FM വന്നാൽ നമ്മുടെ ഏലിയാസിങ് എഫക്റ്റ് അതൊരു ഡിസ്റ്റോർഷനാണ്, ഓവർലാപ്പിംഗ് ഈച്ച് അതർ സംഭവിക്കും. ഇനി നമ്മൾ പൾസ് കോഡ് മോഡുലേഷൻക്ക് പോവാണ്. പൾസ് കോഡ് മോഡുലേഷനിൽ ഞാൻ പറഞ്ഞു ഒരു പ്യുവർ ഡിജിറ്റൽ ടെക്നിക്കാണ് പിന്നെ ഇതിലുപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് 3 ഓപ്പറേഷൻസാണ് ഇതിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ ബ്ലോക്ക് ഡയഗ്രമാണ് PCMൻ്റെ ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മുടെ അനലോഗ് സിഗ്നൽ എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ, നമ്മുടെ ഇൻഫർമേഷൻ ഇതാണ്. ഇതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് നമ്മൾ പിന്നെ 2 തരം പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ സാമ്പിളിംഗ് പഠിച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വേവ് ഫോമിൻ്റെ ആ സ്ലോപ്പോട് കൂടി, ടോപ്പ് സ്ലോപ്പോട് കൂടി എന്താണോ അതിൻ്റെ ആക്ച്വൽ നാച്ചുറൽ ലെവൽ അതേപോലെ കിട്ടുന്നതാണ്. ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ഫ്ലാറ്റ് ആയിരിക്കും. അതിന് നമ്മൾ സാമ്പിളിംഗ് ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളങ്ങനെ സാമ്പിൾ ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയ അത്തരത്തിലുള്ളൊരു സാമ്പിളിംഗ് സർക്യൂട്ടാണ്, സാമ്പിളിംഗ് ഹോൾഡ് സർക്യൂട്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നടക്കുന്നത് എന്താണ്, നമ്മളെ FS ഗ്രേറ്റർ ദാൻ 2FM
എന്ന ക്രൈറ്റീരിയയിൽ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് എലമെൻറ്റ്സ് ആക്കി സാമ്പിൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഇവിടെ താഴെ നമ്മളൊരു ഗ്രാഫ് കാണാം. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കാണുന്ന ഈ ബ്ലൂ വേവാണ് നമ്മുടെ സിനുസോയിഡൽ വേവ്. അതിന് നമ്മൾ ഇപ്പോൾ സാമ്പിൾ ചെയ്തിട്ടുള്ളതാണ് ഈ റെഡ് ലൈൻസ് കാണുന്നത്. അപ്പോൾ ഈ ഓരോ റെഡ് ഡോട്ടുകൾ കാണുന്നതൊക്കെ നമ്മുടെ ഓരോ സാമ്പിൾസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ തന്നെ 3, 4, 5, 6 സാമ്പിൾസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാഫ് സൈക്കിൾ നമ്മൾ 6 സാമ്പിൾസായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ സാമ്പിൾസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തൊട്ടടുത്ത സ്റ്റേജിലേക്ക് അഥവാ ക്വാണ്ടൈസിങ് സെക്ഷനിലേക്ക് കൊടുക്കുന്നത്. ക്വാണ്ടൈസിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കിട്ടിയ സാമ്പിൾസിന് ഒരു റൗണ്ടഡ് ഫിഗർ അല്ലെങ്കിൽ ഒരു വാല്യൂ അസൈൻ ചെയ്യലാണ് നമ്മുടെ ക്വാണ്ടൈസിങ് പ്രോസസ്സ്. അതിന് കറക്റ്റ് ഒരു വാല്യൂ അസൈൻ ചെയ്യും നമ്മൾ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ഫിഗറിൽ നമുക്കത് വ്യക്തമായി കാണാൻ പറ്റും. 0, 1, 2, 3 മുതൽ 15 വരെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്ക്, നമ്മുടെ റെഡ് കളറിലാണ് നമുക്കിവിടെ മെസ്സേജ് സിഗ്നൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പിന്നെ ഓരോ സാമ്പിൾസിൻ്റെയും പോയിൻ്റ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്വാണ്ടൈസ് ഓരോ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. നോക്ക്, ഇവിടെ ഇത് 8 ആണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ തുടക്കം. ഇത് 9 കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ 11 കൊടുത്തിട്ടുണ്ട്, 13 കൊടുത്തിട്ടുണ്ട്, 14 കൊടുത്തിട്ടുണ്ട്. ഈ 3 പോയിൻ്റ് നമ്മൾ 15 കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് ഓരോ പോയിൻറ്റിനും. അപ്പോൾ ഓരോ വോൾട്ടേജ് ലെവലുകളാണ്. ഈ ചെക്സ് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക്. വൈ ആക്സിസിലുള്ള ഈ ലൈന് ഓരോ വോൾട്ടേജ് ലെവലുകളാണ്. ഈ വോൾട്ടേജ് ലെവലുകൾക്ക് ഒരു കൃത്യമായ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ക്വാണ്ടൈസിങ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും റിയലി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈൻ വേവ് അല്ല നമുക്ക് ഔട്ട്പുട്ടിൽ കാണുക. എന്താണ്, കുറേ ലാഡർ പോലെ കുറേ സ്റ്റെപ്സ് ഉള്ള പോലെയാണ്. നമ്മളൊന്ന് അതിലേക്ക് പോയി നോക്കാം. നമുക്ക് ഇതുപോലെ കാണും. ഇങ്ങനെ ഒരു വാല്യൂ അസൈൻ ചെയ്തൊരവസ്ഥയാണത്. ഓരോ പോയിൻറ്റും നമ്മൾ, കാരണം ഇവിടെ 9, 11, 12, 13, 14 നമ്മളെ ഇതിപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ളൊരു സൈൻ വേവാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് വേവ് ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു വേവിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ സാമ്പിളിംഗ് റേറ്റിൽ സാമ്പിൾ ചെയ്തിട്ട് അതിന് ഓരോ വാല്യൂ അസൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി നോക്ക്, ഇങ്ങനെ ക്വാണ്ടൈസ് ചെയ്ത് കിട്ടുന്ന നമ്മളിപ്പോൾ കണ്ട വേവിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ബൈനറി ഡാറ്റകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റകൾ ആക്കാൻ വേണ്ടിയുള്ള തേർഡ് പ്രോസസ്സാണ് ഈ എൻകോഡിങ്. ഈ എൻകോഡിങ്ങിൽ വെച്ചാണ് നമ്മളതിനെ 1100 എന്ന് പറയുന്ന നമ്മുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫസ്റ്റ് നോക്ക്, ഈ ഏറ്റവും താഴത്തെ മൈനസ് പോയിൻ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഏറ്റവും പീക്ക് നെഗറ്റീവ് പോയിൻ്റ് കാണിച്ചിട്ടുള്ളത് 0 ആണ്. അപ്പോൾ 0-നെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇപ്പോൾ എക്സാമ്പിൾ 0, 0, 0 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. തൊട്ട് മേലത്തെ സാമ്പിൾസ് കിടക്കുന്നത് 1-ലാണ് കിടക്കുന്നത്. അപ്പോൾ ആ 1-നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, 0, 0, 1 എന്ന് കാണിക്കാം. ഇവിടെ തൊട്ടടുത്ത് 2-ലാണ്, അപ്പോൾ അത് 0, 1, 0. പിന്നെ 3-ആണ്, 0, 1, 1. പിന്നെ നമുക്ക് 4-അല്ല 5-ആണ് വരുന്നത്, 1, 0, 1. പിന്നെ 7-ആണ് വരുന്നത്, 1, 1, 1. പിന്നെ വരുന്നത് 8-ആണ്. അത് നമുക്കറിയാം എന്താണ്, 1, 0, 0, 0. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വാണ്ടൈസ് ചെയ്ത് വരുന്ന പൾസസ് നമ്മുടെ ഔട്ട്പുട്ടിനെ നമ്മൾ ഡിജിറ്റൽ ഡാറ്റയാക്കി ഇവിടെ വെച്ച് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഇല്ലാത്ത ഒരു ബ്ലോക്കും കൂടിയും ആക്ച്വലി ഈ PCM ബ്ലോക്കിൽ ഉണ്ടാവും. അതിൻ്റെ റിയൽ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നമുക്കൊരു ലോ പാസ് ഫിൽട്ടർ കാണാൻ പറ്റും. അപ്പോൾ ലോ പാസ് ഫിൽട്ടർ എന്തിനാണ്? ഇവിടെ ഒരു ബാൻഡ് ലിമിറ്റഡ് ലോ പാസ് ഫിൽട്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇൻപുട്ടിൽ വരുന്ന ഏത് സിഗ്നലിനെയും നമ്മളിങ്ങനെ സാമ്പിൾ ചെയ്ത് ക്വാണ്ടൈസ് ചെയ്ത് നമുക്ക് എൻകോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊരു സാമ്പിളിംഗ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്തത് ഇപ്പോൾ ഓഡിബിൾ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്കറിയാം 20 ഹെർട്സ്
ടു 20 കിലോ ഹെർട്സ് വരെയുള്ള സിഗ്നൽ മാത്രമേ നമുക്ക് ഓഡിബിൾ ഫ്രീക്വൻസി ആയിട്ട് ഇതിൻ്റെ ഇൻപുട്ടിൽ വരുള്ളൂ. അത് ആ 20 കിലോ ഹെർട്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി 44.1 കിലോ ഹെർട്സ് എന്ന് ഗ്രേറ്റർ ദാൻ ട്വൈസ് ദ ഹൈയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനത്തെ ഒരു കേസിൽ ഇവിടെ ഒരു 30 കിലോ ഹെർട്സ് വന്നാൽ ഒരിക്കലും എന്താവില്ല, നമ്മളെ സാമ്പിളിംഗ് നൈക്വിസ്റ്റ് റേറ്റ് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻപുട്ടിൽ എന്തായിരിക്കണം, ഒരു ലോ പാസ് ഫിൽറ്റർ വേണം. അതിൻ്റെ കട്ട് ഓഫ് ഇപ്പോൾ നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മളിവിടെ 20 കിലോ ഹെർട്സ് ആണ് അതിൻ്റെ കട്ട് ഓഫ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുക, അപ് ടു 20 കിലോ ഹെർട്സ് വരെയുള്ള സിഗ്നലുകൾ മാത്രമേ ഈ ലോ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യുള്ളൂ, കടത്തി വിടുകയുള്ളൂ. എവിടേക്ക്? സാമ്പിളിംഗ് സർക്യൂട്ടിലേക്ക്. അപ്പോൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി, സാമ്പിളിംഗ് റേറ്റും ഒക്കെ കറക്റ്റ് ആയിരിക്കും. നമുക്ക് അത് എൻകോഡ് ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റൽ ഡാറ്റ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സത്യത്തിൽ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പൾസ് ആംപ്ലിറ്റ്യൂഡ്, പൾസ് വിഡ്ത്ത്, പൾസ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മോഡുലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താണ്, കാരിയർ പൾസിൻ്റെ പാരാമീറ്റേഴ്സ് മാറ്റം വരുത്തണം നമ്മൾ. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡോ ഫേസോ അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്തോ പൊസിഷനോ എന്തെങ്കിലും ഒരു പാരാമീറ്റർ മാറ്റം വരുത്തണം ഏതിനനുസരിച്ച് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇവിടെ നമ്മളെ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡാറ്റകൾ, ബൈനറി ഡാറ്റകൾ കാണും എന്നല്ലാതെ ഈ ബൈനറി ഡാറ്റകൾ നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിന് ആനുപാതികമായിരിക്കും എന്നല്ലാതെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചാണോ അല്ലെങ്കിൽ കാരിയർ പൾസിൻ്റെ നമ്മൾ ഒന്നിലും മാറ്റം വരുത്തുന്നില്ല. നമ്മൾ ഇതിനെ സാമ്പിൾ ചെയ്യുന്നു, ക്വാണ്ടൈസ് ചെയ്യുന്നു, എൻകോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇതൊരു മോഡുലേഷൻ അല്ല, എങ്കിലും പൾസ് കോഡ് മോഡുലേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പൾസ് കോഡ് മോഡുലേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇത് ഹൈ സെക്യൂറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ നോയ്സ് ഇമ്മ്യൂണിറ്റിയാണ്. മറ്റുള്ള എല്ലാ നമ്മൾ മുന്നേ പഠിച്ച മോഡുലേഷൻ ടെക്നിക്കിൽ നിന്നൊക്കെ നോയ്സുകൾ ഏറ്റവും കുറവുള്ള ഒരു മോഡുലേഷൻ ടെക്നിക്കാണ് പൾസ് കോഡ് മോഡുലേഷൻ. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വളരെ കോംപ്ലക്സ് സർക്യൂട്ടാണ്. മറ്റ് അതർ മോഡുലേഷൻ ടെക്നിക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ഇതിലൊക്കെ നടക്കണം. സാമ്പിളിങ് നടക്കണം, ക്വാണ്ടൈസിങ് നടക്കണം, എൻകോഡിങ് നടക്കണം. ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ലാർജ് ബാൻഡ് വിഡ്ത്ത് ആവശ്യമാണെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം സർക്യൂട്ടുകളെയാണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ ഫെമിലിയറായി അറിയുന്ന ഒരു വാക്കാണ് AD കൺവെർട്ടർ എന്ന്. അപ്പോൾ AD കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മൈക്രോ കൺട്രോളറിലൊക്കെ ഇപ്പോൾ പഠിച്ചു. 8051 അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ബിൽറ്റ് ഇൻ ഇല്ല അതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുറത്തൊരു IC വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ AVRലും അതുപോലെ ഓർഡിനോ ബോർഡ്, അതുപോലെ മറ്റ് പിക്ക് മൈക്രോ കൺട്രോളറുകളിലൊക്കെ നമുക്ക് ബിൽറ്റിനായിട്ട് തന്നെ AD കൺവേർട്ടർ ഉള്ളതാണ്. അപ്പോൾ അതിൽ നടക്കുന്ന പ്രോസസ്സ് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഫസ്റ്റ് സാമ്പിളിംഗ് നടത്തും, ക്വാണ്ടൈസ് ചെയ്യും, എൻകോഡ് ചെയ്യും. അപ്പോൾ ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കാൻ നിർബന്ധമായും വേണ്ട 3 കാര്യങ്ങളാണ് സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ്, എൻകോഡിങ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.